നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓൺലി ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. ഇവിടെ വീണ്ടും നമ്മുടെ പ്രൈം ഫാക്ടേഴ്സ് വന്നു. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നമ്പർ തരുമ്പം അതിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പൊ ഇവിടെയാണെങ്കിലും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കേസിൽ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്പർ എടുക്കുന്നു, അതിനെ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് എഴുതുന്നു. ദെൻ സെക്കൻഡ് നമ്പർ എടുക്കുന്നു, അതിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുന്നു. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്താലോ? ഫസ്റ്റ് 108ഉം 192 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം 108 ആണ് വരുന്നത്. അപ്പൊ 108നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് 2ല് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. 2ലാണ് നമുക്ക് ഈ നമ്പർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 2ല് 10 5 ടൈംസ് ആണ് ആൻഡ് 8 4 ടൈംസ് ആണ്. ദെൻ നെക്സ്റ്റ് 2ല് നമ്മൾ ചെയ്യുമ്പം 2 ടൈംസ് 4 ദെൻ ബാലൻസ് 1 14 7 ടൈംസ് ആണ്. ഇനി നമുക്ക് 2ല് പോസിബിൾ ആണോ? 27 ആണ്. അപ്പൊ നമുക്ക് 3ല് ചെയ്യാം. 3ല് ചെയ്യുന്ന സമയത്ത് 27 9 ടൈംസ്, ദെൻ 3ല് 9 3 ടൈംസ്, ദെൻ 3ല് 3 1 ടൈം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 108നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് അതൊന്ന് എഴുതി വെക്കാം അല്ലെ. എന്നിട്ട് നമുക്ക് അടുത്ത 192 ചെയ്യാം. ഒറ്റ സെക്കൻഡ്. അപ്പൊ നമ്മൾ 108നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് എഴുതി വെക്കാം. ഇവിടെ 2 2 ടൈംസ് വരുന്നുണ്ട്, ദെൻ 3 ടൈംസും. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്താം? എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് എഴുതാം. അതായത് 2 raised to 2 into 3 raised to 3. ഓക്കെ, അപ്പൊ നമ്മൾ 108നെയാണ് ഇപ്പം എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് എഴുതിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്പർ ഇസ് 192. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? 192നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 192. സോ 192നെ നമുക്ക് ആദ്യം സ്മോളസ്റ്റ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതായത് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 18 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ 18 ഇസ് 9 ടൈംസ്. 9 ടൈംസ് 18 എടുത്തു. ദെൻ ബാലൻസ് ഇസ് 1. സോ ആ 1 ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ 12 ആയിട്ടാണ് റീഡ് ചെയ്യേണ്ടത്. ദെൻ 12 2ല് 6 ടൈംസ്. സോ 96 വന്നിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് 2ല് ചെയ്യാം ഓർ 3ല് നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ 3ലാണ് ചെയ്യുന്നതെങ്കിൽ 3ല് 9 3 ടൈംസും, ദെൻ 6 വരുന്നത് 2 ടൈംസും. ദെൻ ഇവിടെ 32 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 2ല് ചെയ്യാം. അപ്പൊ 2ല് ചെയ്യുമ്പോൾ 1 ടൈം 2 വന്നു, ദെൻ ബാലൻസ് 1. അപ്പൊ 12 ആണ്. 12 6 ടൈംസ്. ദെൻ വീണ്ടും നമ്മൾ 2 തന്നെ ചെയ്യുന്നു. 2ല് 16 8 ടൈംസ് ആണ്. ദെൻ 2ല് 4 ടൈംസ്. ദെൻ 2ല് ചെയ്യുമ്പോൾ 2 വന്നു, ദെൻ 2ല് 1. സോ അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ 192ന് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ എത്ര 2s വരുന്നുണ്ട്? 1 2 3 4 5 6. 6 2സും 1 3യും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻടു 1 2 3 4 5 6. That means 2 raised to 6 into 3. അപ്പൊ നമ്മളിപ്പോ രണ്ട് നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തത് ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മളോട് പ്രൊഡക്ട്സ് ആയിട്ടാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പവേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വീണ്ടും സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം നമ്മുടെ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, 2 raised to 2 ആൻഡ് 2 raised to 6 ഉണ്ട്. ബേസസ് സെയിം ആണ്. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പോണൻസ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ 2 raised to 8 വരും. ദെൻ ഇൻടു ഇവിടെ 3 വരുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതായത് 3 ബേസ് വരുന്നത്. അപ്പൊ 3 raised to ബേസ് എന്താണ്? 3യും 1ഉം ആണ്. അപ്പൊ 4 വരും ആഡ് ചെയ്യുമ്പോൾ 4. സോ
ഇത്ര ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 108 into 192നെ നമ്മൾ നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അത് രണ്ട് പവേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ആൻസർ എഴുതിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാൻ വേറൊരു നമ്പറും കൂടെ ഉണ്ട്. ബട്ട് അവിടെ സിംഗിൾ നമ്പർ ആണ്. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് എഴുതിയാൽ മതി. സോ അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ അടുത്തത് ചെയ്യാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് നമ്പർ 768 ആണ്. സോ ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ആൻസർ ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 768 ആണ്. അപ്പൊ നമ്മൾ 2ൽ സ്റ്റാർട്ട് ചെയ്യാം. 2ൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 times 6, ബാലൻസ് ഇവിടെ 1 ഉണ്ടാവും. 16 8 times ആണ് ആൻഡ് 8 4 times ആണ്. ദെൻ ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? 2ൽ ചെയ്യാം. അപ്പൊ വീണ്ടും 2ൽ ചെയ്യുന്ന സമയത്ത് 1 time 2, ദെൻ ബാലൻസ് 1, 18 9 times ആണ്, 4 2 times. ദെൻ നെക്സ്റ്റ് നമ്മൾ 2ൽ ചെയ്യുമ്പോൾ നമുക്ക് 1 സ്മോളർ നമ്പർ അല്ലേ, അപ്പൊ നമ്മൾ അടുത്ത നമ്പറും കൂടെ കൂട്ടിയെടുക്കണം. അപ്പൊ 90 വന്നു. ബട്ട് 2ൽ 90 ഉണ്ടോ? നോ, നമുക്ക് 18 ഉണ്ട് 9 times. സോ 9 times 18, ദെൻ ബാലൻസ് 1, അപ്പൊ 12 ആയി. 12 എത്ര ടൈംസ് ആ? 6 times. ഇനി നമ്മൾ 2ൽ ചെയ്യുമ്പോൾ 8 വരുന്നുണ്ട് 4 times, ബാലൻസ് 1, 16 എത്ര ടൈംസ് ആണ്? 8 times. ദെൻ നമ്മൾ 2ൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, ദെൻ 4. ഇനി 2ൽ ചെയ്യുമ്പോൾ 2 1 time, 4 2 times. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും 2ൽ ചെയ്യാം. 2ൽ 12 6 times ആണ്, ദെൻ 2ൽ 6 3 times ആണ്. ഇനി ലാസ്റ്റ് നമുക്ക് 3ലേ പോസിബിൾ ആയിട്ടുള്ളൂ. 3ൽ 3 1 time. ഓക്കെ, അപ്പൊ നമ്മൾ 768ൽ തുടങ്ങി നമ്മൾ 1ൽ എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏതൊക്കെയാ നമ്പേഴ്സ് വന്നത്? ഒരു 3 ആണ്, ബാക്കി എല്ലാവരും 2. അപ്പൊ നമുക്ക് 2നെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. ദാറ്റ് മീൻസ് 8 2s നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 raised to 8. ദെൻ ഒരു 3 മാത്രം അവിടെ ഒറ്റയ്ക്ക് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 3നെ എഴുതി കൊടുക്കാം. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. അപ്പൊ നമ്മളോട് പവേഴ്സിന്റെ ബേസിൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. 2 raised to 8 into 3. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. ജസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചാൽ മതി. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ 2ൽ സ്റ്റാർട്ട് ചെയ്യുക. 2ൽ പോസിബിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് 3 എടുക്കുക. 3ൽ പോസിബിൾ അല്ലെങ്കിൽ 5ൽ എടുക്കുക. ഇങ്ങനെ നമ്മൾ അതിനനുസരിച്ച് നോക്കി നമ്മുടെ നമ്പറിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Then next question is simplifying. നമ്മളോട് വലിയൊരു ക്വസ്റ്റ്യൻ തന്നു, അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 25 into 5 raised to 2 into t raised to 8 divided by 10 raised to 3 into t raised to 4. അപ്പൊ നമുക്ക് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള ലോസ് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അവിടെ നോക്കിക്കേ 25 ഉണ്ട്. അപ്പൊ നമുക്ക് ആ 25 മാറ്റി എഴുതാലോ. നമ്മൾ ഈ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ അതിന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം. അപ്പൊ 25 എന്ന് പറയുന്നത് എന്താണ്? 5ന്റെ സ്ക്വയർ ആണ് അല്ലെ. 5 into 5 is 25. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ 25ന് 5 സ്ക്വയർ എന്ന് എഴുതി. ദെൻ ഇൻടു 5 സ്ക്വയർ, ഓൾറെഡി അവിടെ 5 സ്ക്വയർ ഉണ്ട്. പിന്നെ t raised to 8 എന്ന് എഴുതി. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് എന്താണ്? 10 raised to 3 ആണുള്ളത് അല്ലെ. 10 raised to 3. അപ്പൊ നമുക്ക് ഇപ്പൊ 10 raised to 3 അതേപോലെ തന്നെ എഴുതി വെക്കാം. 10 raised to 3 into t raised to 4 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ബേസസ് സെയിം ആയി വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 5 raised to ഇവിടെ എന്ത് എഴുതാൻ പറ്റും? 2 plus 2 എന്താണ്? 4 ആണ്. ഓക്കെ, അങ്ങനെ എഴുതി. ഇനി ഇൻടു t raised to 8 എന്ന് കൊടുത്തു. ഓക്കെ,
സോ ഇനി നമുക്ക് ഇവിടെ 10 ഉണ്ട് അല്ലെ. 10 ഉള്ളതിന് വേണമെങ്കിൽ നമുക്ക് 10 ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 into 2 ആണ് 10 അല്ലെ. 5 into 2 ആണ് 10. എന്നിട്ട് നമ്മൾ ഈ ഒരു 3 എന്ന് പറയുന്ന പവർ അതേപോലെ തന്നെ കൊടുക്കണം. എന്നിട്ട് t raised to 4 എന്ന് എഴുതി. ഓക്കെ, t raised to 4 എന്ന് കൊടുത്തു. ഇനി നോക്കിക്കേ, ഇനി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 ഇവർക്ക് 2 പേർക്കും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 5 raised to 4 into t raised to 8 divided by 5 cube into 2 cube into t raised to 4 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഡിവിഷനില് കോമൺ ബേസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. 5 raised to 4 by 5 raised to 3. എന്താ ആൻസർ? 5 raised to 1 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ 10 മാറ്റിയത് കൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഡിവിഷൻ പോസിബിൾ ആയിട്ടുണ്ട്. അപ്പൊ 5 raised to 1 കൊടുത്തു. ഇനി ഇതാ വീണ്ടും ഇവിടെ ഉണ്ട് ഒരു t raised to 8 by t raised to 4. അവിടെയും ഡിവിഷൻ ഉണ്ട് സെയിം ബേസിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ സെയിം ബേസ് എഴുതും, എന്നിട്ട് എക്സ്പോണൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് അതിനെ മൈനസ് ചെയ്യും. 8 minus 4 എന്താണ്? 4 ആണ്. സോ നമുക്ക് താഴെ ഈ 2 raised to 3ക്ക് ആരുമില്ല, അതുകൊണ്ട് നമുക്ക് 2 raised to 3 അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 5 raised to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. 5 t raised to 4 divided by 2 raised to 3 എന്ന് നമുക്കിപ്പം ആൻസർ കിട്ടി. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, കാരണം ഇത്രയേ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ മാക്സിമം സിംപ്ലിഫൈഡ് ഫോമിലാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിക്ക് നമ്മൾ അതിനെ സിംപ്ലിഫൈഡ് ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ എങ്ങനെയാ ചെയ്തതെന്ന്? സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 raised to 5 all square into 7 raised to 3 divided by 8 raised to 3 into 7. ഇങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 raised to 5 all square into 7 raised to 3 by 8 cube into 7. സോ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റത്തെ പാർട്ട് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? അവിടെ പവർ ഓഫ് എ പവർ വന്നിട്ടുണ്ട് അല്ലെ. 2 raised to 5 all square എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അത് മാറ്റുന്നതാണോ പോസിബിൾ ആയിട്ടുള്ള കാര്യം? അല്ലെങ്കിൽ അതിന്റെ താഴെ നോക്കിക്കേ, ഒരു 8 ക്യൂബ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എപ്പോഴും ഈ 2 ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ പോണ്ട, നമുക്ക് വലിയ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാം. സോ അപ്പൊ നമുക്ക് ആ ഡിനോമിനേറ്ററിലുള്ള 8നെ 2ന്റെ പവേഴ്സിൽ എഴുതിക്കൂടെ? 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് അത് എഴുതാം ആദ്യത്തെ സ്റ്റെപ്പായിട്ട്. 2 raised to, ഇവിടെ നമുക്ക് 5 into 3 ചെയ്യാം അല്ലെ. 5 into ഇവിടെ നമുക്ക് 5 into 2 ചെയ്യാം. പവർ ഓഫ് എ പവർ ആണ്. അപ്പൊ 5 into 2 എത്രയാണ്? 10 ആണ്. അത് നമുക്ക് അവിടെ എഴുതി വെക്കാം. എന്നിട്ട് into 7 raised to 3 divided by, ഇവിടെ നമുക്ക് 8നെ 2 raised to 3 എന്ന് എഴുതാം. all raised to 3 into 7. ഓക്കെ, സോ അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 10 divided 2 raised to 10 into 7 raised to 3 divided by, then ഇവിടെ നോക്കിക്കേ, ഇവിടെ വീണ്ടും പവർ ഓഫ് എ പവർ വന്നിട്ടുണ്ട്. 2 raised to 3 all raised to 3. സോ എന്താ ആൻസർ വരാം? 3 into 3 is 9. അപ്പൊ നമുക്ക് 2 raised to 9 into 7 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് ബേസസ് ഒക്കെ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ 2ഉം 2ഉം കോമൺ ആണ്, ഇതിൽ 7ഉം 7ഉം കോമൺ. അപ്പൊ നമുക്ക് അവിടെ ഡിവിഷൻ ചെയ്യാം. സോ 2 കോമൺ ആയിട്ടുള്ള ബേസ് 2 എഴുതി, ദെൻ 10 minus 9 ആ ചെയ്യേണ്ടത്, ഡിവിഷൻ ആയതുകൊണ്ട്. ഓക്കെ, എക്സ്പോണൻസ് ഡിഫറെന്റ് ആണ്, ഡിവിഷൻ വരുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം. 10 minus 9 is 1 ആണ്. ആൻഡ് ഇൻറ്റു ഇവിടെ 7 raised to 3 ആൻഡ് 7 raised to 1 ആണ്. അപ്പൊ 3 minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പൊ 7 raised to 2 എന്ന് കിട്ടി. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. അപ്പൊ നമുക്ക് 2 raised to 1 2 എന്ന് എഴുതാം. 2 into 7 raised to 2 is the final answer. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ,
അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു ഡിഫറൻസ് ഇതിന് വരുന്നുണ്ട്. സോ എന്താണ് ഈ ക്വസ്റ്റ്യൻ? എക്സ്പ്രസിംഗ് ലാർജ് നമ്പേഴ്സ് ഇൻ ദി സ്റ്റാൻഡേർഡ് ഫോം. അതായത് ലാർജ് നമ്പേഴ്സിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പോണൻസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലാർജ് നമ്പേഴ്സിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ എർത്തിന്റെ മാസ് വെച്ചിട്ടായിരുന്നു. എർത്തിന്റെ മാസ് എന്ന് പറയുന്നത് വലിയൊരു നമ്പർ ആണ്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെറിയ നമ്പേഴ്സിലോട്ട് മാറ്റാം. അതായത് നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതുപോലെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് വലിയൊരു നമ്പർ ആണ്. അപ്പൊ ഈ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഈ നമ്പേഴ്സിന്റെ ഓരോ ഡിജിറ്റിന്റെയും പ്ലേസ് വാല്യൂ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂസ് അല്ലെ. നമ്മളിപ്പം ഈ ഫസ്റ്റ് നമ്പർ എടുക്കുകയാണെങ്കിൽ 2799404 ഇതാണ് ഇതിന്റെ ഓരോരോ പ്ലേസസിൽ വരുന്ന നമ്പേഴ്സ്. അപ്പം ഇതില് ഫസ്റ്റ് ഇവിടെ 4 വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 4 ആണ് വൺസിന്റെ പ്ലേസിലുള്ളത് അല്ലെ. പിന്നെ നോക്കുമ്പോൾ 0 ടെൻസിന്റെ പ്ലേസിൽ, പിന്നെ 100, പിന്നെ 1000, 10,000, ദെൻ ലാക്ക്. അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഇതിന്റെ പ്ലേസ് വാല്യൂസ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ നമ്പേഴ്സിനെയും പ്ലേസ് വാല്യൂസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പം നമ്മുടെ 2799404നെ നമുക്ക് 2 into then next നമുക്ക് നമ്പർ വരുന്നത് 7 ആണ്. അപ്പൊ 7 into അടുത്ത പ്ലേസ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 10,000 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതാണ്? 9 ആണ്. അപ്പൊ 9 into എത്ര വരും? നമ്മുടെ 1000 വരും നെക്സ്റ്റ്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് 4 ആണ് വരുന്നത്. അപ്പൊ 4 into നെക്സ്റ്റ് 100 വരും. പിന്നെ പ്ലസ് 0 ആണ് വരുന്നത്. 0 into 10 വരും. ദെൻ അത് കഴിഞ്ഞാൽ ലാസ്റ്റ് 4 into പിന്നെ വൺസിന്റെ പ്ലേസ് ആണ്. അപ്പൊ അവിടെ എന്ത് വരും? 1 വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്. അതായത് അതിന്റെ പ്ലേസ് വാല്യൂ വെച്ച് ഓരോ ഡിജിറ്റ്സിന്റെയും പ്ലേസ് വാല്യൂസ് വെച്ചിട്ട്. സോ ഇനി നമുക്ക് ഇവിടെ ഇപ്പം കണ്ടോ, നിങ്ങൾ ഈ 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. കാരണം വലിയ വലിയ നമ്പേഴ്സ് ആയിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോ ഇവിടെ 10, 100, 1000, 10,000, 1 lakh ഇങ്ങനെ നമ്മൾ വലിയ നമ്പേഴ്സിലാണ് കാണുന്നത്. നമുക്കറിയാലോ ആ നമ്പേഴ്സിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പവർ ആക്കിയിട്ട് എഴുതാം. അപ്പൊ ഇവിടെ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് വരും? 2 raised to 10 raised to 5 എന്ന് നമുക്ക് എഴുതാം. 2 into 10 raised to 5 പ്ലസ് നെക്സ്റ്റ് എന്താണ്? 7 into 10 raised to 4. അതായത് നമുക്ക് 10,000 കിട്ടുന്നത് 10നെ 4 times മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ദെൻ പിന്നെ 9 into 10 raised to 3. ഇനി നെക്സ്റ്റ് വരുന്നത് 4 into 10 സ്ക്വയർ. ദെൻ പ്ലസ് അടുത്തത് 4 into 1 ആണ്. അപ്പൊ നമുക്ക് 1 എന്ന് പറയുമ്പോൾ അതിനെ പവറിൽ എഴുതാലോ. എങ്ങനെ എഴുതിയാൽ മതി? ഇവിടെ എല്ലാം നമ്മൾ 10ന്റെ പവേഴ്സിലല്ലേ എഴുതിയത്. അപ്പൊ നമുക്ക് ഇവിടെ 1നെയും എഴുതാം. ദാറ്റ് മീൻസ് 10 raised to 0 അല്ലെ. 10 raised to 0 എനി നമ്പർ raised to 0 ആൻസർ എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ എല്ലാരെയും നമ്മൾ 10ന്റെ പവേഴ്സിൽ എഴുതിയോണ്ട് ലാസ്റ്റ് നമ്മൾ 1ന് 10 raised to 0 എന്ന് എഴുതുന്നു. ഓക്കെ, കണ്ടോ? ഇപ്പൊ നമ്മൾ ഇത്രയും വലിയൊരു നമ്പറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എക്സ്പാൻഡഡ് ഫോംസിൽ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ദി എക്സ്പാൻഡഡ് ഫോം. അപ്പൊ നമ്മൾ ഇതിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ല എങ്ങനെയാ ചെയ്തതെന്നുള്ളത്? നമ്മൾ ഓരോ നമ്പേഴ്സിന്റെയും പ്ലേസ് വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 12,790 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യനിലും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? അതിന്റെ ഓരോ നമ്പേഴ്സിന്റെയും, ദാറ്റ് മീൻസ് ഓരോ ഡിജിറ്റിന്റെയും പ്ലേസ് വാല്യൂ വെച്ചിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ 1 ones
ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s, 1 lakhs അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് 1 into ഫസ്റ്റ് നമ്പർ നമ്മൾ എഴുതി, then പ്ലസ് 2 into നെക്സ്റ്റ് പ്ലേസ് വാല്യൂ കൊടുക്കുക 10,000 പ്ലസ് 0 into അടുത്തത് 1000 ആണ് വരുന്നത്, പിന്നെ പ്ലസ് നെക്സ്റ്റ് 7 ആണ്, 7 into 100 വരുന്നു, then പ്ലസ് 1 into 10 ആണ് അടുത്ത പ്ലേസ് വാല്യൂ, പിന്നെ 9ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, വൺസിന്റെ പ്ലേസിലാണ് 9 വന്നത്. നമ്മൾ ആദ്യം എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് എഴുതണം? ഇതിനെ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് മാറ്റണം. നമ്മുടെ പവേഴ്സ് വെച്ചിട്ട് എഴുതാം. അപ്പൊ ഇവിടെ എന്ത് വരും? 1 into 10 raised to 5 അല്ലെ, പ്ലസ് 2 into 10 raised to 4. നമ്മൾ എത്ര സീറോസ് ഉണ്ടോ അതിനനുസരിച്ച് കൊടുക്കാം. ദെൻ ഇവിടെ 0 ആണ്, അതെന്തായാലും ക്യാൻസൽ ആയി പോകും. എന്നാൽ നമുക്ക് 0 into 10 raised to 3 എന്ന് എഴുതാം, പ്ലസ് 7 into 10 raised to 2 പ്ലസ് നെക്സ്റ്റ് എന്താണ്? 1 into 10 raised to 1 ആണ്, പ്ലസ് 9 into എല്ലാവരെയും നമ്മൾ 10ന്റെ പവേഴ്സിൽ എഴുതിയോണ്ട് ലാസ്റ്റ് വരുന്ന ഈ 1നെയും നമ്മൾ എന്ത് എഴുതണം? 10ന്റെ പവേഴ്സിൽ എഴുതണം. അപ്പൊ 1 വരണമെങ്കിൽ 10 raised to 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതി? 10 raised to 0 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആയോ? എങ്ങനെയാ എഴുതിയിട്ടുള്ളത്? നമുക്ക് ഇത്രയും വലിയൊരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പാൻഡഡ് ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ആ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് പവേഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. ഇത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്പേഴ്സ് തന്നു, നമ്മൾ അതിന് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതി. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദി നമ്പർ ഫ്രം ഈച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പാൻഡഡ് ഫോംസ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മള് നമ്പർ ആണ് നമ്മൾ എഴുതേണ്ടത്. അവർ എക്സ്പാൻഡഡ് ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്ത് എഴുതണം? നമ്പർ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നമ്പർ എഴുതി നോക്കിയാലോ? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ 4 into 10 raised to 5 ആണ്. നമ്മൾ നേരത്തെയും സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു? 10 raised to 5 അല്ലെ. അപ്പൊ നമുക്ക് എത്ര അവിടെ ഡിജിറ്റ്സ് വരുന്നുണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ വരുന്നത്? 4 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത്തതില് 4 വരുന്നുണ്ട്, then 4, പിന്നെ എന്താ വരുന്നേ? നെക്സ്റ്റ് ഇവിടെ 10 raised to 4 വരുന്നില്ല അല്ലെ. 10 raised to 4നെ കാണുന്നില്ല. 10 raised to 5 ഉണ്ട്, 10 raised to 4 ഇല്ല. അപ്പൊ 10 raised to 4 ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അവിടെ അത് 0 ആണ്. 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 0 ആയി പോയി അല്ലെ. അപ്പൊ നമ്മുടെ ഡിജിറ്റ് എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. അപ്പൊ ആ 0 ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അവിടെ ഒരു 0 വരുന്നുണ്ട്. ദെൻ അതിനുശേഷം പിന്നെ 3 വരുന്നുണ്ട് അല്ലെ. അതായത് അടുത്ത ഡിജിറ്റ്സ് വാല്യൂല് 3 വരുന്നത്, അവിടെ 5 വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ 5 കൊടുക്കാം. ദെൻ പിന്നെ നെക്സ്റ്റ് 2 വരുന്നുണ്ട്, അവിടെ 3 ആണ് വരുന്നത്. അപ്പൊ 3 കൊടുത്തു. ദെൻ നെക്സ്റ്റ് എന്താണ്? 1 വരുന്നുണ്ടോ? 1ന്റെ പ്ലേസിൽ വരുന്നുണ്ടോ? 1ന്റെ പ്ലേസിലും ഇല്ലല്ലോ. 1ന്റെ പ്ലേസിലും നമ്പർ ഇല്ല. പിന്നെ വരുന്നത് 10 raised to 0 ആണ്. അതായത് 10 raised to 2 വന്നു, പിന്നെ വൺസിന്റെ പ്ലേസ് ഉണ്ടാവും അല്ലെ. അതാണ് നമുക്ക് എന്ത് കൊടുത്തത്? ഇവിടെ 10 raised to 0 എന്ന് പറഞ്ഞു കൊടുത്തത്. 10 raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 1 ആണ്. അപ്പൊ 1 എന്ന് പറയുമ്പോൾ അത് ഏത് പ്ലേസിലാ വരിക? 1 എന്ന് പറയുമ്പോൾ 2 into 1 ലാസ്റ്റ് ഡിജിറ്റ് ആണ് അല്ലെ വരിക. പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് 10 raised to 1 വേണമായിരുന്നു. 10 raised to 1 എന്ന് പറയുമ്പോൾ 10ന്റെ പ്ലേസിൽ വരുന്ന ആള് അല്ലെ. ഇത് വൺസിന്റെ പ്ലേസിലാണ്, കാരണം ഇവിടെ 10 raised to 0 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. വൺസിന്റെ പ്ലേസിലാണ്. വൺസ് കഴിഞ്ഞാൽ പിന്നെ ടെൻസ് ആണ് വരേണ്ടത്. പക്ഷെ ടെൻസ് ഇവിടെ കാണുന്നില്ല. അപ്പൊ നമുക്ക് ടെൻസ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. ഓക്കെ, അപ്പൊ അവിടെ അത് 0 ഉണ്ടാവും. പിന്നെ അതിനുശേഷമാണ് വൺസിന്റെ പ്ലേസിൽ ഇവിടെ 2 ആണ്. അപ്പൊ നമ്മള് നമ്മൾ അവിടെ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് വന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നിങ്ങൾ ഓരോന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് പവേഴ്സ് കറക്റ്റ് ആയിട്ട് വരണം. ഇപ്പൊ 5 കഴിഞ്ഞാൽ 5, പിന്നെ 4, 3, 2, 1 and 0 അങ്ങനെയാണ്. അപ്പൊ അതിന്റെ മിഡിൽ ആരെങ്കിലും മിസ്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിജിറ്റ് എന്തായിരിക്കും? അവിടെ വരുന്ന ആ പ്ലേസ് വാല്യൂലെ ഡിജിറ്റ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 5 വന്നപ്പോൾ അവിടെ 4 കൊടുത്തു. ദെൻ പിന്നെ 4 മിസ്സിംഗ് ആണ്, അവിടെ 0 കൊടുത്തു. ഓക്കെ, ദെൻ പിന്നെ ബാക്കി എല്ലാ
എല്ലാ പ്ലേസസും ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ നമുക്ക് ടെൻസിന്റെ പ്ലേസിൽ കാണുന്നില്ല. അതായത് 10⁻1 ആണ് 10 എന്ന് പറയുന്നത് അല്ലെ, അത് ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് അവിടെ 0 കൊടുത്തു. ദെൻ ലാസ്റ്റ് 10⁻0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, അത് അവിടെ 2 കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ കാണുന്നത്? 3 × 10⁻4. ഇവിടെ എന്തായാലും 10⁻4ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് 3 × ആണ്. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ 3 കഴിഞ്ഞ് 4 ആണ്. അപ്പൊ 4ന്റെ നമ്മൾ എഴുതി, 3 എഴുതി. ഇനി 4 കഴിഞ്ഞ അടുത്ത 10⁻3 ആണ്. ബട്ട് ഇവിടെ 10⁻3 ഉണ്ടോ? ഇല്ല. സോ മിസ്സിംഗ് ആണ്. അങ്ങനെ മിസ്സിംഗ് കണ്ടു കഴിഞ്ഞാൽ ആ പ്ലേസിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ 0 കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്താണ്? 2 ഉണ്ട് അല്ലെ. 2ന്റേതിൽ വരുന്നത് 7 ആണ്. അപ്പൊ നമ്മൾ 7 കൊടുത്തു. ഇനി നെക്സ്റ്റ് 1 വരണം, അതായത് 10⁻1 വരണം, 10ന്റെ പ്ലേസിൽ വരുന്നത്. അത് ഇവിടെ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്? 0 ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് 10⁻0 1ന്റെ പ്ലേസ് ആണ്, അവിടെ 5 ആണ്. ആ 5 നമ്മൾ അതേപോലെ 5 ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ്പാൻഡഡ് ഫോമിൽ നമ്മൾ ആ ഒരു നമ്പറിനെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ 2 നമ്പേഴ്സും ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? നമുക്ക് ഏതാണോ മിസ്സിംഗ് ആയത് ആ മിസ്സിംഗ് പ്ലേസിൽ നമ്മൾ 0 കൊടുക്കണം. അല്ലാതെ നമ്മൾ നമ്പർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വലിയ നമ്പർ ആയിരിക്കില്ല കിട്ടുക. ഒരു ഡിജിറ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ എന്താവും? നമ്പർ ചെറുതാവും. അപ്പൊ നമ്പർ മാറി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഓരോരോ ഡിജിറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ദെൻ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? പവേഴ്സ് വെച്ചിട്ട് വേണം ഇവിടെ ഈ വലിയ നമ്പേഴ്സിനെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നോക്കിക്കേ, 5, ദെൻ എത്ര സീറോസ് വരുന്നുണ്ട്? 1 2 3 4 5 6 7 സീറോസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ നമ്പറിനെ എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് ഈ ഒരു നമ്പറിനെ 5 × 10⁻7 എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ അവിടെ എത്ര സീറോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, ദെൻ അത് എന്ത് ചെയ്യുക? പവർ ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ 5 × 10⁻7 നമ്മൾ അതിനെ മാറ്റി എഴുതി. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 3908.78. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 3908.78 ആണ്. സോ ഇവിടെ എന്താണ്? ഒരു ഡെസിമൽ നമ്പർ ആണുള്ളത്. അപ്പൊ ഈ ഡെസിമൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫോമിലോട്ട് മാറ്റി എഴുതണം. അപ്പൊ നമുക്ക് ഇവിടെ പോയിന്റ്സ് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നമുക്ക് ഇപ്പൊ 3 നമ്മൾ ഈ ഒരു പോയിന്റിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ 1 2 3 ഡിജിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു പോയിന്റിനെ മൂവ് ചെയ്യിപ്പിച്ചു. നമ്മൾ 3.90878 ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? 10⁻. നമ്മൾ ഇവിടെ എത്ര പോയിന്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്? 3 പ്ലേസസ് ആണ് മൂവ് ചെയ്തത്. സോ നമുക്ക് അവിടെ 10⁻3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ 3.90878 ഇൻറ്റു 10⁻3 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിലത്തെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യനും സെയിം ടൈപ്പ് നമ്പർ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ. 390,878 ആണ്. ബട്ട് അവിടെ ഡെസിമൽ പോയിന്റ്സ് വന്നിട്ടില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ പവേഴ്സ് ആക്കിയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെയാണ് ഇപ്പൊ നമ്മുടെ ഡെസിമൽ പോയിന്റ് എങ്കിൽ നമ്മൾ ഇവിടുന്ന്, ഇവിടെ വേറെ എവിടെയല്ല ഡെസിമൽ പോയിന്റ് അല്ല, അപ്പൊ നമ്മൾ ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കും. അപ്പൊ എത്ര ഡിജിറ്റ്സ് നമ്മൾ മൂവ് ചെയ്യും? 1 2 3 4 5 അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3.90878. നമ്മൾ 5 ഡിജിറ്റ്സിലാണ് അവിടെ പോയിന്റ് മൂവ് ചെയ്തിട്ട് എഴുതിയത്. അപ്പൊ നമുക്ക് എന്ത് എഴുതണം? 10⁻5 എന്ന് എഴുതണം. ഓക്കെ, 10 നമ്മൾ എന്ത് എഴുതണം? 10⁻5 എന്ന് എഴുതണം. അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് 7 സീറോസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ മാറ്റി എഴുതി? 5 × 10⁻7 എന്ന് എഴുതി. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ഡെസിമൽ നമ്പർ ആ തന്നിട്ടുള്ളത് 3908.78. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഡെസിമൽ പോയിന്റിനെ 1 2 3 പ്ലേസസ് നമ്മൾ മൂവ് ചെയ്തിട്ട് 3.90878 എന്ന് എഴുതി. നമ്മൾ 3 പ്ലേസസ് മൂവ് ചെയ്തിട്ടാണ് പോയിന്റ് കൊടുത്തത്. അപ്പൊ നമ്മളിവിടെ 10⁻3 എന്ന് കൊടുത്തു. അതേ സെയിം നമ്പർ നമുക്ക് ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ആയിരുന്നു ക്വസ്റ്റ്യൻ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ പോയിന്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇത്ര ഡിജിറ്റ്സ് ഇവിടെ കൊടുത്തു, 1 2 3 4 5 ഡിജിറ്റ്സ് മാറ്റിയിട്ടാണ് നമ്മൾ പോയിന്റ്സ് കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ 10⁵5 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്ന ഒരു നമ്പറിനെ നമുക്ക് എന്ത് ഫോമിലോട്ട് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് മാറ്റി എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. സോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം എർത്തിന്റെ മാസ് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു നമ്പറിനെ നമുക്ക് എങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. സോ അതിനാണ് നമ്മൾ നമ്മുടെ എക്സ്പോണൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂണേഴ്സ് വലിയൊരു നമ്പർ ആണ് അല്ലെ. നമുക്ക് തന്നെ റീഡ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. 384 then എത്ര സീറോസ് ഉണ്ട്, 1 2 3 4 5 6 സീറോസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് മാറ്റി എഴുതണം അല്ലെ. നമുക്ക് പവർ ഫോമിലോട്ട്, അതായത് എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് ഈ ഒരു നമ്പറിനെ മാറ്റി എഴുതാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്? സോ നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ ഡെസിമൽ പോയിന്റ്സ് കൊടുത്തിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഡെസിമൽ പോയിന്റ്സ് ഇല്ലാണ്ട് 384 into 10⁵2 എന്ന് പറഞ്ഞിട്ടും എഴുതാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഡെസിമൽ പോയിന്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യും അല്ലെ. 1 2 3 4 5 6 7 8 പ്ലേസസ് മൂവ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം 3.84 into 10⁵8 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 384 into 10⁵1 2 3 4 5 6 പോയിന്റ്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് 384 into 10⁵6 എന്ന് എഴുതാം. നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ആ ഒരു സീറോസിനെ മാത്രം കൺസിഡർ ചെയ്തു. 6 സീറോസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് 10⁵6 കൊടുത്തു. അവിടെ പോയിന്റ്സ് ഒന്നും വരുന്നില്ല, ഡെസിമൽ പോയിന്റ്സ് ഇല്ല ക്വസ്റ്റ്യനിൽ. അല്ലെങ്കിൽ നമുക്കിത് ഡെസിമൽസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് വരുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഇത് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കും അല്ലെ. ഈ ഒരു കാര്യം ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കും. അപ്പൊ ഇത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, അതായത് വാക്വത്തിൽ ലൈറ്റിന്റെ സ്പീഡ് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെയും സെയിം ടൈപ്പിലാണ് വരുന്നത്. 3 then 1 2 3 4 5 6 7 8 സീറോസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 3 into 10⁵8 meter per second എന്ന് എഴുതാം. ഓക്കെ, 3 into 10⁵8 meter per second. ഇവിടെ മീറ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ എന്ന് പറയുന്നത് 384 into 10⁵6 മീറ്ററും ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും വലിയൊരു നമ്പറിന് നമുക്ക് 3 into 10⁵8 meter per secondലും എഴുതാം. അപ്പൊ ഇങ്ങനെ വലിയ നമ്പർ ആകുമ്പോൾ നമുക്കത് റീഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ എക്സ്പോണൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഗാലക്സി ദർ ആർ ഓൺ ആൻ ആവറേജ് വലിയൊരു നമ്പർ, ഇത്ര നമ്പർ ഓഫ് സ്റ്റാർസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എത്ര സീറോസ് വരുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 സീറോസ് ആണ് വരുന്നത്. ദെൻ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 10⁵11 സ്റ്റാർസ് ഉണ്ടാവും. ഓക്കെ, എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 ആണ്. ദെൻ ഒരു ഡിജിറ്റ് മാത്രം 1 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 1 into 10⁵11 സ്റ്റാർസ് എന്ന് എഴുതാം. സ്റ്റാർസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, യാ. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദി എർത്ത് ഹാസ് 1353000 ക്യൂബിക് കിലോമീറ്റർ ഓഫ് സീ വാട്ടർ. അപ്പൊ ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഇവിടെയും സെയിം ടൈപ്പിൽ ഒരുപാട് സീറോസും വന്നിട്ടുണ്ട്, ദെൻ നമുക്കൊരു നമ്പറും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 6 സീറോസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 1353 into 10⁵6 എന്ന് എഴുതാം. 6 ക്യൂബിക് കിലോമീറ്റേഴ്സ്, അതായത് കിലോമീറ്റർ ക്യൂബ് ആണ് അല്ലെ. ക്യൂബിക് കിലോമീറ്റർ, അപ്പൊ കിലോമീറ്റർ ക്യൂബ് എന്ന് എഴുതി. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? നമുക്ക് വലിയ നമ്പേഴ്സിനെ അല്ലെ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതും അതാണ്, വലിയ വലിയ നമ്പേഴ്സിനെ നമുക്ക് റീഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് അതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റുന്നു. സോ ആ ടൈമിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? എക്സ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമ്മുടെ എൻവയോൺമെന്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ, അതിനെ നമ്മൾ
എക്സ്പൊണൻഷ്യൽ ഫോമിലോട്ട് എഴുതി. ദെൻ പിന്നെ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. ലൈറ്റ്, അതായത് വാക്വത്തിൽ ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പിന്നെ നമ്മൾ സ്റ്റാർസിന്റെ പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ സീ വാട്ടർ 1353 × 10⁻⁶ km³ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പൊണൻഷ്യൽ ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് വാട്ട് ഇസ് എക്സ്പൊണൻസ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് എക്സ്പൊണൻസ്, എവിടെയാണ് നമ്മൾ എക്സ്പൊണൻസ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പൊണൻസ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലാർജർ നമ്പേഴ്സിനെ ഈസി ആയിട്ട് റീഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു എക്സ്പൊണൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എക്സ്പൊണൻസിൽ വരുന്ന ഡിഫറെന്റ് ലോസ് പഠിച്ചിട്ടുണ്ട്. സോ ലോസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രോബ്ലംസ് എക്സ്പൊണൻസ് എന്ന് ചോദിക്കാറുണ്ട്, അതായത് എക്സ്പൊണൻസിന്റെ ലോസ് എന്ന് ചോദിക്കാറുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ ഫൈനലി ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും, വലിയ വലിയ നമ്പേഴ്സിനെ എങ്ങനെ എഴുതാമെന്നും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, ബൈ.